ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കപ്പ കൃഷിയിൽ ഉണ്ടാകുന്ന വൈറസ് ബാധയെക്കുറിച്ചുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും കപ്പ നടിയിൽ കഴിഞ്ഞാൽ ഇത് ഞാൻ നട്ട കപ്പയാണ്. അതായത് 1 മുതൽ 6 മാസം കഴിയുമ്പോൾ കപ്പയിൽ സ്വാഭാവികമായും വൈറസ് ബാധ ഉണ്ടായി കാണുന്നു. ഇതിപ്പോൾ എൻ്റെ 6 മാസം കഴിഞ്ഞ കപ്പയാണ്, കാണുന്നുണ്ടാവുമല്ലോ. 6 മാസം കഴിഞ്ഞ കപ്പയാണ്. അപ്പോൾ കപ്പ കൃഷിയിൽ ഏറ്റവും നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ് വൈറസ് ബാധ, ഫംഗസ് ബാധ. ഈ ഫംഗസ് ബാധ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കപ്പ കൃഷിയിൽ സ്വാഭാവികമായും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 1 മുതൽ 6 മാസക്കാലം വരെ ഇതിൻ്റെ വേരോട്ടം നല്ല രീതിയിൽ വേരോടി കപ്പയുടെ കൂനയ്ക്ക് ഉള്ളിലായിട്ട് കംപ്ലീറ്റ് നല്ല വേരോട്ടം ഉണ്ടാവുകയും 6 മാസം കഴിഞ്ഞതിന് ശേഷം 6 മുതൽ 4 മാസം വരെയാണ് ഇതിൽ കിഴങ്ങുൽപാദനം, അതായത് കിഴങ്ങ് പെരുകി വരുന്ന സമയം. ഈ സമയത്താണ് ഈ വൈറസ് ബാധ, ഫംഗസ് ബാധ ഇതിൽ ഉണ്ടാകുന്നത്. ഇതിന് യാതൊരു വിധമായ പ്രശ്നവുമില്ല. പക്ഷേ അവന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഫംഗസ് അങ്ങോട്ട് ബാധിക്കാം. ഇത്തരം മൂടുകളാണ് ആരോഗ്യകരമായ കപ്പയുടെ മൂടുകൾ. അപ്പോൾ ഇവൻ്റെ ഈ അസുഖം അതങ്ങോട്ട് ബാധിക്കാം. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളത് മെഡിസിൻ പ്രയോഗം അപ്ലൈ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ കാര്യം. ഇത് കണ്ടോ, ഇത് ഇപ്പോൾ 6 മാസം പ്രായപൂർത്തിയായ കപ്പയാണ്. ഈ കപ്പയിൽ ഇപ്പോൾ ഈ തോട്ടത്തിൽ ഇപ്പോൾ ഇത് ഫംഗസ് ബാധിച്ചു തുടങ്ങി. അപ്പോൾ ഇതാണ് ഫംഗസ് ബാധയുടെ ആദ്യഘട്ടം. അതായത് ഈ മരച്ചീനിയുടെ കപ്പയുടെ മൂട് കംപ്ലീറ്റ് ഇങ്ങനെ കറുത്ത കളറിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ ഫംഗസ് ബാധിച്ച ഒരു മൂടാണ്. അപ്പോൾ ഇവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗസ് ബാധിച്ചു കഴിഞ്ഞാൽ ഇവനൊരു അതായത് ചെടിക്ക് യാതൊരു ഭാവഭേദവും കാണില്ല. അതായത് നമുക്കിപ്പോൾ മൂട്ടിൽ എന്തെങ്കിലും ചെടിക്ക് ഒരു വാട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഈ ചെടിയിൽ ഒരു വാട്ടവും ഉണ്ടാകത്തില്ല. ഇത് 1-2 വേര് മാത്രമാണ് അവൻ്റെ ദ്രവിക്കാതെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മൂട് കംപ്ലീറ്റ് അങ്ങ് ദ്രവിച്ചു പോയി കഴിഞ്ഞു. പിന്നെ കപ്പ കൃഷിയിൽ പ്രധാനമായും നടിയിൽ ഒരു വലിയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും കമ്പ് നടുമ്പോൾ 5 മുട്ട്, അതായത് ഒരു പീസിനെ 5 മുട്ട് നല്ല വിത്ത് കമ്പുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഈ കമ്പിൽ 5 മുട്ട് കണക്കാക്കി ഇവനെ മുറിക്കണം. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 1, 2, 3, 4, 5. അതായത് ഒരു പിടി, ഒരു ചാണെന്നാണ് പറയാറ്. ഒരു പിടി കണക്കാക്കിയുള്ള ചെറിയ കമ്പുകൾ മാത്രമാണ് വിത്ത് കമ്പിനായിട്ട് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ സാധാരണ ഈ 5 മുട്ടെടുക്കുമ്പോൾ 3 മുട്ട് ഉള്ളിലേക്കും കൂനയ്ക്കുള്ളിലേക്കും പുറത്ത് 2 മുട്ടേ പാടുള്ളൂ. 2 മുട്ട് പുറത്ത് നിൽക്കുകയും വേണം. അപ്പോൾ കപ്പ നടിയിലുള്ള കാര്യം, ഇവന് അധികം മണ്ണിനടിയിലേക്ക് പോകാനും പാടില്ല, എന്നാൽ മീതെ ആകാനും പാടില്ല. അപ്പോൾ 3 മുട്ട് മാത്രം നമ്മൾ മണ്ണിനടിയിലേക്ക് നടാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരം കമ്പുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കിഴങ്ങ് കണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരു പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. അതും കപ്പ കൃഷിയിൽ പ്രയോഗിക്കാൻ മറക്കാതിരിക്കുക. ഈ ഫംഗസ് ബാധ ഇപ്പോൾ ഞങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ചെയ്തു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്താരി മുളകും പച്ച കർപ്പൂരവും വെള്ളത്തിൽ അലിയിച്ച്, കാന്താരി മുളക് കംപ്ലീറ്റ് ഇടിച്ച് ചതച്ചതിന് ശേഷം ഈ പച്ച കർപ്പൂരത്തെ വെള്ളത്തിൽ അലിയിച്ച് അത് ചെറിയ പമ്പുകളിലാക്കി ഇതിൻ്റെ മൂടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ടിപ്പ് ഞങ്ങൾ അത് പ്രയോഗിച്ചപ്പോൾ അത് വളരെ സക്സസ് ആയി തോന്നി. കാര്യം ഇപ്പം മാർക്കറ്റിൽ അവൈലബിളാണ്, നമുക്ക് ഇതിൻ്റെ മൂട് ചീയലിനുള്ള മെഡിസിൻ അവൈലബിളാണ് എങ്കിൽ പോലും അത് ഭയങ്കരമായ കോസ്റ്റ്ലിയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയൊരു നേട്ടം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പം പല മെഡിസിനും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഓർഗാനിക് രീതിയിലുള്ള ഒരു മെഡിസിനാണ് പച്ചക്കർപ്പൂരവും കാന്താരി മുളകും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചതച്ച് പൊടിച്ചതിന് ശേഷം പമ്പിൽ വെള്ളത്തിൽ കലക്കി, സാധാരണ നമുക്കിത് ഗോമൂത്രം ഉപയോഗിക്കാം. ഗോമൂത്രത്തിനൊക്കെ ഇപ്പം അത് വളരെ പാടാണ്. ഇപ്പം ഗോമൂത്രമൊന്നും കിട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കളക്ട് ചെയ്യുന്നതും അത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സാധാരണ ഗോമൂത്രത്തിലാണ് ചെയ്യേണ്ടത്. പക്ഷേ വേണ്ട, പച്ചവെള്ളത്തിൽ തന്നെ ഇത് കലക്കി നിങ്ങൾക്ക് സ്വാഭാവികമായും ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത കാര്യം, ഞങ്ങൾ ഇപ്പോൾ ഇത് എൻ്റെ ഏത്തവാഴ കൃഷിയുടെ തോട്ടമാണ്. ഇതിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തടപ്പുഴുവിന് കാന്താരി മുളക് പ്രയോഗം നടത്താറുണ്ട്. കാന്താരി മുളക് നമ്മുടെ ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് എന്ന് വേണം എനിക്ക് പറയാം. വെറും കാന്താരി മുളക് പോലും ചതച്ച് നമ്മൾ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തടപ്പുഴു പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരമാകും. അപ്പം സ്വാഭാവികമായിട്ടും ഈ കപ്പ കൃഷി ചെയ്യുന്നവർക്കും ഏത്തവാഴ കൃഷി, അതായത് ഇതിപ്പോൾ ഏത്തവാഴ കൃഷി 7 മാസം പ്രായമായ ഏത്തവാഴയാണ്. അപ്പോൾ ഇതിപ്പം കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ടൈമിലാണ് കാന്താരി മുളക് പ്രയോഗം നടത്തേണ്ടത്. ഏത്തവാഴ കൃഷിയിൽ തടപ്പുഴു എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ പൊളയിലൂടെ കടന്നിട്ട് ഉള്ളിൽ അതിൻ്റെ തണ്ട് തുരപ്പാണ് ഇതിന് ഏറ്റവും വലിയ ആനന്ദകരമായ ഒരു ഈ പുഴുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ നേരെ തടയ്ക്കല്ല അത് ബാധിക്കുന്നത്, അത് നേരെ തണ്ടിലേക്ക് അങ്ങ് പോവുകയാണ്. തണ്ടിലേക്ക് പോയി കൊല വന്നു കഴിഞ്ഞാലും കുറേ ദിവസം കഴിയുമ്പോൾ ഒന്നുകിൽ ഈ വാഴക്കൊല ഒടിഞ്ഞ് താഴെ വീഴും, അല്ല എങ്കിൽ പിന്നെ ഈ തടയങ്ങ് ഒടിയും. അപ്പോൾ അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും വാഴക്കൃഷിയിലും ഏത്തവാഴ കൃഷിയിലും ഞങ്ങൾ ഈ പ്രയോഗം നടത്താറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ കപ്പയിൽ കർപ്പൂരവും കൂടെ ചേർത്താണ് ഞങ്ങൾ ഈ പ്രയോഗം നടത്തിയപ്പോൾ ഇത് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കപ്പ ചീയലിന് വളരെ ഒരു പ്രാധാന്യം ഈ മെഡിസിനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ കപ്പ കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഇതിന് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഓർഗാനിക്കായിട്ടുള്ള ഒരുപാട് മെഡിസിനൊക്കെ നമുക്ക് സ്വയം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അത് പ്രയോഗിക്കുക, ശരിക്കും നല്ല ഗുണം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പരീക്ഷിച്ച് എനിക്കത് പ്രയോജനപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.